നമ്മുടെ ലൈവ് ട്രേഡിംഗ് കോഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നത്. ആദ്യമേ തന്നെ പറയാം, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് മാർക്കറ്റ് എന്താണെന്ന് അറിയാത്ത അബ്സല്യൂട്ട് ബിഗിനേഴ്സിന് മുതൽ ഓൾറെഡി ട്രേഡിംഗ് ചെയ്യുന്നവരും നല്ല രീതിക്ക് ട്രേഡിംഗ് ചെയ്യുന്നവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എന്തുകൊണ്ട് നിങ്ങൾ ഗ്രോമാക്സ് ക്ലബിന്റെ ട്രേഡിംഗ് കോഴ്സിന് ജോയിൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ തന്നെ ഡെയിലി P&L ഷെയർ ചെയ്യുന്ന വൺ ആൻഡ് ഓൺലി ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയാണ് ഗ്രോമാക്സ് ക്ലബ്. ഒരുപക്ഷെ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഹൈലൈറ്റ് സ്റ്റോറിയിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഈച്ച് ആൻഡ് എവറി ഡേ ഞങ്ങൾ എടുക്കുന്ന ട്രേഡ്സ് എല്ലാം തന്നെ ഹൈലൈറ്റ് സ്റ്റോറിയിൽ അവൈലബിൾ ആണ്. ഇനി ഞാൻ നമ്മുടെ കോഴ്സിന്റെ സ്ട്രക്ചർ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം. ടോട്ടലി നമുക്ക് 6 പാർട്ടായിട്ട് കോഴ്സിനെ തിരിക്കാം. ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള കുറെ ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഒന്നും പറഞ്ഞാൽ ഒരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടല്ല, നിങ്ങൾക്ക് ആ ഒരു മൊഡ്യൂളിൽ നിന്ന് പഠിക്കാവുന്നതാണ്. ഇനി സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എങ്ങനെയാണ് പ്രൈസിനെ റീഡ് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് നിങ്ങൾക്ക് താണ്ട ഈ ഒരു ചാർട്ടൊക്കെ കാണുന്ന സമയത്ത് ഇത് എന്താണെന്നോ ഇത് എങ്ങനെ ഇത് മനസ്സിലാക്കണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. സോ അത് എങ്ങനെ റീഡ് ചെയ്യണം, ഇത് ഈ ഒരു ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിച്ചത്, ഇതിനെ എങ്ങനെ റീഡ് ചെയ്യണം എന്ന് ആ ഒരു റീഡിംഗ് റിലേറ്റീവ് ഉള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് തന്നെ ബേസിക് കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കാൻ സാധിക്കും. ആൻഡ് തേർഡ് മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കോർ ട്രേഡിംഗ് സെറ്റപ്സ് ആയിരിക്കും. എന്തിൻ്റെയൊക്കെ ബേസിലാണ് ഞങ്ങൾ മാർക്കറ്റിൽ എൻട്രീസ് എടുക്കുന്നത്, എന്തൊക്കെ ട്രേഡിംഗ് സെറ്റപ്സ് ആണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ കോർ ടോപ്പിക്സ് എല്ലാം നിങ്ങൾക്ക് മൊഡ്യൂൾ 3 ബാച്ച് ചെയ്യാവുന്നതാണ്. സോ ഓൾറെഡി ട്രേഡിംഗ് ചെയ്യുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മുതൽ ബാച്ച് ചെയ്താൽ മതി. ഇനി ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ 2 മൊഡ്യൂളും ബാച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അവിടെ മനസ്സിലാവും. ദെൻ എന്ത് ചെയ്യുക, മൊഡ്യൂൾ 3 അഡ്വാൻസ് ആയിട്ടുള്ള ട്രേഡിംഗ് സെറ്റപ്സ് എല്ലാം തന്നെ അവിടെ ബാച്ച് ചെയ്യുക. ഇനി മൊഡ്യൂൾ 4 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിനെ പറ്റിയാണ്. FNO ട്രേഡ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അതായത് ഒരു സ്റ്റോക്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ബൈ ഓർ സെല്ല് ചെയ്യാൻ പറ്റും. പക്ഷേ Nifty 50 എന്ന ഇൻഡെക്സിൻ്റെ അകത്തോ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലോ ഒരിക്കലും നിങ്ങൾക്ക് ഡയറക്റ്റ് ബൈ ആൻഡ് സെല്ല് ചെയ്യാൻ സാധിക്കത്തില്ല. അവിടെ ട്രേഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്നുള്ളത്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന്റെ കുറച്ച് തിയറി പാർട്ട് അവിടെ ഉണ്ടാവും. അതെല്ലാം നിങ്ങൾക്ക് അവിടെ ബാച്ച് ചെയ്യാവുന്നതാണ്. ഏത് സ്ട്രൈക്ക് പ്രൈസ് എടുക്കണം, ഓരോ രീതിയിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ സ്ട്രൈക്ക് പ്രൈസ് ആണ് എടുക്കേണ്ടത്, അങ്ങനത്തെ ഫുൾ ടോപ്പിക്സ് നമ്മൾ മൊഡ്യൂൾ 4 കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് മൊഡ്യൂൾ 5 നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ട്രേഡ് മാനേജ്മെന്റും ട്രേഡ് സൈക്കോളജി, ക്യാപിറ്റൽ മാനേജ്മെന്റ്, റിസ്ക് മാനേജ്മെന്റ്, അതേപോലെ തന്നെ പ്രോഫിറ്റ് മാനേജ്മെന്റ്, ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ മൊഡ്യൂൾ 5 ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ പറയാം, നിങ്ങൾ ഒരു പക്ഷേ ഇത് സ്കിപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് ആയിരിക്കും. പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലൈവ് ട്രേഡിംഗ് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ആൻഡ് ഫൈനലി മൊഡ്യൂൾ 6 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പറഞ്ഞാൽ ലൈവ് ട്രേഡിംഗ് ആണ്. അത് നമ്മൾ എല്ലാ ദിവസവും മോർണിംഗിലായിരിക്കും ചെയ്യുന്നത്. 9 മണി മുതൽ ഡെയിലി ഞാൻ പേഴ്സണലി ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ സെയിം ട്രേഡ്സ് ആയിരിക്കും നിങ്ങൾ വാച്ച് ചെയ്ത് ഇതേ ട്രേഡ്സിന്റെ നമ്മുടെ ലൈവ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ ഇന്ന് വരെയുള്ള റിസൾട്ട് ആണ് നിങ്ങൾ ഇൻസ്റ്റയിൽ ഞാൻ ഡെയിലി സ്റ്റോറീസ് അപ്ഡേറ്റ് ചെയ്യുന്ന ടൈമിൽ കാണുന്നത്. സോ ലൈവ് ട്രേഡിംഗിൽ ഞാനും ട്രേഡ് ചെയ്യും. എൻ്റെ ട്രേഡ്സ് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അതിനെക്കാട്ട് ഉപരി നമ്മൾ സെബി രജിസ്റ്റേർഡ് അഡ്വൈസസ് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ ആ ഒരു ചാനലിന്റെ ആക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്ത് ടോപ്പിക്കാണോ നിങ്ങൾക്ക് ഇവിടെ പഠിപ്പിച്ച് തരുന്ന അതേ ടോപ്പിക്ക് വെച്ച് തന്നെ ആയിരിക്കും നമ്മൾ ട്രേഡിംഗ് ചെയ്യുന്നത്. ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മൾ ട്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷണറി ആയിട്ടായിരിക്കും, ഒരിക്കലും സിസ്റ്റമാറ്റിക് ആയിട്ടല്ല. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രത്തോളം കൺസിസ്റ്റൻസി സ്കോർ. അപ്പോൾ നമ്മുടെ ട്രേഡിംഗ് സിസ്റ്റം മെയിൻലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റും അതേപോലെ തന്നെ ട്രേഡ് മാനേജ്മെന്റും അങ്ങനെ കുറേ കാര്യങ്ങളിലാണ്. എപ്പോഴൊക്കെയാണ് ക്വാണ്ടിറ്റീസ് കൂട്ടി ട്രേഡ് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് ക്വാണ്ടിറ്റീസ് കുറച്ച് ട്രേഡ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ലോസസിനെ മിനിമൈസ് ചെയ്യാൻ പറ്റുന്നത്, പ്രോഫിറ്റ് വരുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കണം, അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ ലോ ക്യാപിറ്റലിൽ തന്നെ നല്ലൊരു എമൗണ്ട് നമുക്ക് പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങൾ എന്നാണോ പേയ്മെന്റ് ചെയ്യുന്നത് നെക്സ്റ്റ് ഡേ മുതൽ തന്നെ നിങ്ങൾക്ക് ലൈവ് ട്രേഡിംഗ് ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ജസ്റ്റ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പറഞ്ഞു തന്നെയാണ്. നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ആൾക്കാർ എങ്ങനെയാണോ ക്ലാസ്സസ് വാച്ച് ചെയ്യേണ്ടതെന്നുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഞങ്ങളുടെ സൈഡിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ട്രേഡിംഗ് ഒരിക്കലും നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ സാധിക്കത്തില്ല. ട്രേഡിംഗ് എങ്ങനെ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് കണ്ടുകൊണ്ടും ഒപ്പം ട്രേഡിംഗ് ചെയ്തുകൊണ്ടും മാത്രമേ പഠിക്കാൻ സാധിക്കുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് ട്രേഡിംഗ് ചെയ്യുന്ന ഒരാളുടെ കൂട്ടത്തിൽ ഇരുന്ന് മാത്രം ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കൂടുതൽ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ടീമിനെ ഫോൺ കോളിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.